യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഘ സമാചര. ഈ ശ്ലോകം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ വാക്കുകൾ വരുന്ന ചില സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ യജ്ഞാർത്ഥാത് അത് കുഴപ്പമില്ല. പിന്നെ കർമ്മണോന്യത്ര കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന അത് കുഴപ്പമില്ല. തദർത്ഥം ഇവിടെ പലരും തദർത്ഥം എന്ന് പറയും, അത് വേണ്ട. തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇത് പഠിക്കാൻ. ഇത് ആകെ വരുന്നത് 2 സ്ഥലത്തേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം പറയുന്നത് ഞാൻ പറയാം. യജ്ഞാർത്ഥാത് യജ്ഞം എന്നുള്ള നിലയ്ക്ക്, കർമ്മണഃ അന്യത്ര കർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമാകയാൽ, അയം ലോകഃ ഈ ലോകം, കർമ്മ ബന്ധനഃ കർമ്മമാകുന്ന ബന്ധനത്തോട് കൂടിയതാണ്. തദർത്ഥം അതിനാൽ യജ്ഞമെന്ന നിലയ്ക്ക് കൗന്ദേയ അർജുന മുക്തസംഘ സംഘത്തിൽ നിന്ന് മോചിതനായിട്ട്, ഈ അടുപ്പത്തിൽ നിന്ന് മോചിതനായിട്ട്, കർമ്മ സമാചര കർമ്മം നീ നന്നായിട്ട് ചെയ്യണം. ഇതാണ് അതിന്റെ സാരം. ഈ ശ്ലോകം നന്നായിട്ട് ചൊല്ലുക, നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് ഈ സാരം കൂടി പഠിച്ചാൽ അതിന്റെ ഫലം 100% നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് വിശദമായിട്ട് എന്താണെന്ന് പറയാം. ഗീതാമാധുര്യം എന്താണ് ഒരു ജീവൻ എന്ന് പറഞ്ഞത്? സിമ്പിളാണ്, വേഗം പഠിക്കണം. ചെറിയ കുട്ടികൾക്ക് വരെ പഠിക്കണം. എന്നാണ് നമ്മുടെ ഉദ്ദേശം. അവിദ്യ, കാമ, കർമ്മ, വാസന, ആശ്രയ ലിംഗമാണ് ജീവിതം. അയ്യവ എല്ലാം മനസ്സിലായി അല്ലേ? ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന ഉഗ്രം വാക്കായി. ഇനി ഞാൻ അതൊന്നും ലളിതമാക്കി പറയും. ഇത് ഭഗവാൻ പറഞ്ഞാണ്. ഭഗവാൻ അത് എന്താണ് പറഞ്ഞതെന്ന് പറയാൻ. അവിദ്യ, വിദ്യ അല്ലാത്ത അവസ്ഥ, അത് ജീവനിൽ വരരുത്. കാമം, കാമം അത്യാർത്ഥി നമുക്ക് ആവശ്യമില്ല. കർമ്മം വേണം, കർമ്മം നമ്മൾ ചെയ്യുന്ന വേണം. വാസന അല്ലെ, വാസന ആവശ്യത്തിനാവാം, അധികമായാൽ അത് വിഷാണ്. ആശ്രയം, ഇല്ലാത്ത ജീവിതം കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതവും അവിദ്യയുണ്ട്, വിദ്യയുണ്ട്, കാമുണ്ട്, കാമ അല്ലാത്ത അവസ്ഥ ഉണ്ട്, കർമ്മുണ്ട്, അകർമ്മുണ്ട്, വാസനയുണ്ട്, വാസന അല്ലാത്തതുണ്ട്, ആശ്രയമുണ്ട്, നിരാശ്രയമുണ്ട്. ഇതെല്ലാം ചേർന്ന ഒരു ഘടകമാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോ അജ്ഞാനത്തിൽ നിന്ന് കാമുണ്ട്, അതിനെ തുടർന്ന് കർമ്മമുണ്ട്, കർമ്മത്തിന് ശേഷം അതിന്റെ ഫലമായി വാസന, പ്രവണത, പിന്നെ വീണ്ടും അജ്ഞാനം, തുടർന്ന് കാമകർമ്മ വാസനകളും ആവർത്തിക്കും. ഈ ദൂഷിത വലയത്തിൽ അകപ്പെട്ടിട്ട് ജീവൻ അസ്വസ്ഥമാകുന്നു. ജീവൻ അസ്വസ്ഥമാകുന്നു. ഇതിൽ നിന്നുള്ള മോചനമാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ ഈ ജീവൻ അസ്വസ്ഥമാകാതെ നമുക്കൊരു മോചനം വേണം. ജീവൻ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. എല്ലാവരും, ഞാനായാലും നിങ്ങളായാലും ആരായാലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. നമ്മുടെ ജീവിതം ഏറ്റവും നന്നാവുക. ഒരാള് നമ്മളെ ചീത്ത പറയാതെ, ഒരാള് നമ്മളെ മോശം പറയാതെ, തീർത്തും ഒരു കാമ്യ കർമ്മങ്ങളിലൂടെ മാത്രം പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോ ജീവിതം ഏറ്റവും സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. സത്യത്തിൽ നമുക്കറിയാം, മോഹാലസ്യപ്പെട്ട് രഥത്തിൽ വീണ് കിടക്കുന്ന അർജുനര്
സാമാന്യ ബോധം കിട്ടുമ്പോഴാണ് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നീ ഇങ്ങനെയല്ല അർജുന, ഇങ്ങനെയാണ് ആവേണ്ടത്, ഇങ്ങനെയല്ല അർജുന, ഇങ്ങനെയാണ് ആവേണ്ടത്, അല്ലേ? അപ്പൊ ഒരിക്കലും ഒരു സാമൂഹികമായിട്ടുള്ള തകർച്ചയിലേക്ക് പോകാൻ പാടില്ല. അർജുന, നീ ഉണർന്നില്ലെങ്കിൽ അധർമ്മം ഇവിടെ കൊടികുത്തി വാഴും. അധർമ്മം കൊടികുത്തി വാഴാനുള്ള അവസരം കൊടുത്താൽ അത് ഏറ്റവും വലിയ അപകടത്തെ ക്ഷണിച്ചു വരുത്തും അർജുന. അതുകൊണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കാൻ നീ നിന്റെ സ്വത്വത്തെ അറിയണം. നീ ക്ഷത്രിയനാണെന്ന സ്വത്വത്തെ നീ അറിയണം. എല്ലാ കർമ്മവും വാസനകളെ ഉണ്ടാക്കുന്നില്ല. ബലാപേക്ഷ ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ കർമ്മിയിൽ ബന്ധത്തെ ഉണ്ടാക്കുന്നില്ല. 2 പോയിന്റ് ഉണ്ട് അവിടെ. 2 പോയിന്റ് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വാസനകളെ ഉണ്ടാക്കുന്നില്ല, ഒരിക്കലും ഇല്ല. നമ്മള് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്യണം. നല്ലൊരു അച്ഛനാണ് മക്കളെ നോക്കണം, അത് കർമ്മമാണ്. നല്ല അമ്മയാണോ മക്കളെ പരിപാലിക്കണം, ഭർത്താവിനെ നോക്കണം, അല്ലെ? മക്കളാണോ അച്ഛനും അമ്മയും നല്ല നോക്കണം. മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടെങ്കിൽ അതിലേറെ നന്നായിട്ട് നോക്കണം, അല്ലേ? അപ്പോ എല്ലാ ഈ വക കർമ്മങ്ങളൊക്കെ എന്തെങ്കിലും വാസന ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇതിൽ ചില വാസനകൾ ഉണ്ടാവും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മുടെ മുത്തശ്ശിക്ക് കുറച്ച് സ്വത്തൊക്കെ ഉണ്ട് വിചാരിക്കുക. ഒരു വീടുണ്ട്, ഒരുപാട് സ്വത്തുണ്ട്. സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന കുട്ടികൾ ധരിക്കുന്നത് ഈ വയസ്സായ മുത്തശ്ശി ഇനി എന്തിനാ, എന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഈ സ്വത്ത് എന്താ പറയാ കൈക്കലാക്കിക്കൂടെ എന്ന് ചിന്തിക്കും രക്ഷിതാക്കൾ. ഈ മക്കൾ അങ്ങനെ ചിന്തിക്കുമ്പോ അത് ആ മുത്തശ്ശിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മമാണ്, അല്ലെങ്കിൽ കാമമാണ്. അപ്പൊ ആ കാമ കർമ്മത്തിലേക്ക് എങ്ങനെയാണ് ഒരു സാമൂഹിക വ്യവസ്ഥ എത്തിച്ചേരുക എന്ന് നമ്മൾ പഠിച്ചു വെക്കണ്ടേ? അപ്പൊ കർമ്മം വാസനകളെ ഉണ്ടാക്കുന്നില്ല, എന്നാൽ കർമ്മം വാസനകളെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും പഠിച്ചു വെക്കണം. പിന്നെ ഫലാപേക്ഷ ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങള് ഒരു കർമ്മിയിൽ ബന്ധത്തെ ഉണ്ടാക്കുന്നില്ല. ഫലത്തെ ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മത്തെ യജ്ഞം എന്നാണ് പറയാ. നമ്മള് ഒരു ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം എന്ന് പറയുന്നത്. ലോക നന്മയ്ക്ക് വേണ്ടി സ്വാർത്ഥ ചിന്തതയൊന്നുമില്ലാതെ ചെയ്യുന്ന കർമ്മമാണ്. ജനപങ്കാളിത്തത്തോടെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നന്മയിലാണ് അവസാനിക്കേണ്ടത്, അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾക്ക് ഗുണം ഉണ്ടാവണം, ദോഷം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ, അല്ലെ? ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ ഒരിക്കലും ഒന്നിന്റെയും കൂടെ ഒരു വാസനാത്മകമായിട്ട് പോവാൻ പാടില്ല. വാസനയാണ് അടിസ്ഥാനം എന്ന് ചിന്തിക്കരുത്. മറിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നിടത്ത് നമ്മുടെ ധർമ്മം എന്ത് എന്ന് പഠിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ സാരാംശം. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ആകെത്തുകയും. കർമ്മങ്ങളെ ഒന്നിനെയും നമ്മൾ ആശ്രയോന്മുഖമാക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മം അത് സമൂഹത്തിന് ഗുണം ചെയ്യണമെന്ന് ചിന്തിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഗീതൈവ പരമോധർമ്മ. നാളെ കാണാം.